ഇനി നമുക്ക് സിദ്ധാന്ത ശൈവസത്തിൻ്റെ ഫിലോസഫിക്കൽ സൈഡിലേക്ക് പോവാം. എന്താ സിദ്ധാന്ത ശൈവസം? ദ്വൈതപരമാണ്. അദ്വൈത വേദാന്തപരമായിട്ടുള്ള ശങ്കരവേദാന്തപരമായിട്ടുള്ള ജീവബ്രഹ്മ ഐക്യം ഇവിടെ സിദ്ധാന്ത ശൈവസം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പാശുപത മതം പോലെ തന്നെ ദ്വൈത മതമാണ് സിദ്ധാന്ത ശൈവസവും. അതേസമയത്ത് ചില ആചാര്യന്മാർ പറയുന്നത് പാശുപത സമ്പ്രദായം പോലെ തന്നെ ദ്വൈത മതവും അതുപോലെ തന്നെ ദ്വൈതാദ്വൈതത്തിൻ്റെ ഒരുപാട് ഇൻഫ്ലുവൻസും കൂടി ഉള്ളതാണ് ബേസിക്കലി സിദ്ധാന്ത ശൈവിസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില സ്കോളേഴ്സ് പറയുന്നത് സിദ്ധാന്ത ശൈവിസത്തിൽ നിന്നുമാണ് പാശുപതം എന്ന് പറയുന്ന കൾട്ട് ഉണ്ടായി വന്നത് എന്നും ചില ആചാര്യന്മാർ, ചില സ്കോളേഴ്സ് ചില ബുക്കുകളിൽ പറയുന്നുണ്ട്. എനിക്കിതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ലഘുലീശ പാശുപതത്തിൽ പറയുന്ന ദ്വൈതാദ്വൈത ശൈലികളോടെ നല്ലൊരു ശതമാനം ചായവും ഇതിനകത്ത് കാണാം. പ്രത്യേകിച്ച് ഇവിടെ പശു, പാശം, പശുപതി എന്നിങ്ങനെ 3 കാര്യങ്ങളാണ് സിദ്ധാന്ത ശൈവസത്തിൽ മെയിനായിട്ട് എടുക്കുന്നത്. ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പാശമാകുന്ന കർമ്മഫലത്താൽ ബന്ധിതനായിരിക്കുന്ന പശു പശുപതിയിൽ നിന്നും അകന്നു നിൽക്കുന്നു, അതിനാൽ അവൻ ദുഃഖിതനാവുന്നു. അതായിരുന്നു പാശുപത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം, ലഘുലീശ പാശുപതത്തിന്. അതുകൊണ്ട് ആ ദുഃഖഹന്താവസ്ഥയിലേക്ക്, ദുഃഖത്തിൻ്റെ അന്താവസ്ഥയിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു ലഘുലീശ പാശുപതത്തിൻ്റെ ബേസ്. ഇവിടെ പതി എന്നാൽ സാക്ഷാൽ ശിവൻ, മഹാദേവൻ തന്നെയാണ്. ഏകമാണ്, അനാദിമുക്തനാണ്, അനാദി അന്ധനാണ്, സർവവ്യാപിയും നിർമ്മലനും ശാന്തനുമാണ് മഹാദേവൻ. സിദ്ധാന്ത ശൈവസത്തിൽ സർവവ്യാപിയാണ്, ആദി അന്തമില്ലാതുള്ള മഹത്തായ അവസ്ഥയിലാണ് ഉള്ളത്. അനുഗ്രഹ സ്വരൂപനായിരിക്കുന്ന മഹാദേവൻ പശുവായിരിക്കുന്ന സാധകൻ്റെ സറണ്ടറിങ് കാരണം, സാധകൻ്റെ തപസ്സും സ്വാധ്യായവും കൊണ്ട് ശുദ്ധനായി കഴിയുമ്പോൾ പൂർണ്ണനായിരിക്കുന്ന അൺമാനിഫെസ്റ്റഡ് കോൺഷ്യസ്നെസ് ആയിരിക്കുന്ന ഭഗവാൻ തിരോഭാവത്തിൽ നിന്നും അനുഗ്രഹ കലയിലേക്ക് ഇറങ്ങി വരും. പ്രത്യക്ഷ രൂപത്തിലേക്ക്, നാമരൂപത്തിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ് സിദ്ധാന്ത ശൈവസത്തിൽ പറയുന്ന കാര്യങ്ങൾ. ദ്വൈതപരമായതുകൊണ്ട് ഭഗവാൻ ഭക്തനിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 36 തത്വങ്ങളെ സിദ്ധാന്ത ശൈവസം സ്വീകരിക്കുന്നുമുണ്ട്. അത് കാശ്മീര ശൈവ സമ്പ്രദായം പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ 36 തത്വങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇവിടെ പാശമാകുന്ന മഹാമായയും, അതായത് പുരുഷനായിരിക്കുന്ന പശുവും പതിയായിരിക്കുന്ന മഹാദേവനും, ഇവർ 3 പേരുമാണ് ഈ സിദ്ധാന്തത്തിൻ്റെ മെയിൻ. പലപ്പോഴും ഇതിൽ പറയുന്ന കഥകളെയൊക്കെ നമ്മൾ അദ്വൈത ഫിലോസഫിയായിട്ട്, ഇപ്പോൾ ത്രികയിൽ പറയുന്ന ശൈവ ഫിലോസഫിയായിട്ട് കൊണ്ടുവന്ന് കൂട്ടി കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാവും. കാശ്മീര ശൈവ സമ്പ്രദായത്തിൽ മോക്ഷം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്, അതായത് അൺമാനിഫെസ്റ്റഡ് കോൺഷ്യസ്നെസ്സിലേക്കുള്ള മെർജിങ് ആണ്, അല്ലെങ്കിൽ ശിവസായുജ്യമാണ്, ശിവനായി തീരുക എന്നുള്ളതാണെങ്കിൽ, ശിവനിലേക്ക് ലയിക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ സിദ്ധാന്ത ശൈവസത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവസാമീപ്യമാണ്. ശിവൻ വന്ന് ഭഗവാൻ അനുഗ്രഹിച്ച് തന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. ഇവിടെ രണ്ടും 2 രീതിയാണ്. ഒന്ന് കുറച്ചുകൂടെ ഫിലോസഫിക്കൽ സ്റ്റൈലിലാണ് മുന്നോട്ട് പോകുന്നത്, നമ്മൾ കുറച്ചുകൂടെ അദ്വൈത ദർശനമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാശുപത ശൈവിസത്തിലെ പശു, പാശം, പതി എന്നുള്ള ബേസിലാണ് പോകുന്നത് എങ്കിലും ഇവിടെ കുറച്ചുകൂടെ ഭക്തിയുടെ തലത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം ഉണ്ട്. അവിടെ പാശുപത ശൈവസത്തിൽ പഞ്ചാർത്ഥങ്ങളെ പറയുമ്പം ഇവിടെ പറയുന്നത് ഭക്തിയുടെ പല അവസ്ഥകളെയാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ സിദ്ധാന്ത ശൈവസത്തിൻ്റെ പതിയായിരിക്കുന്ന മഹാദേവനിലേക്ക് പോവാൻ ഒരു ഭക്തൻ്റെ അവസ്ഥ, ഏതൊക്കെ അവസ്ഥയിൽ ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ നമ്മളെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ളത് നമുക്ക് നോക്കാം. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ദ്വൈത സിദ്ധാന്തത്തിൻ്റെ കഥകൾ വായിക്കാൻ. ഉദാഹരണത്തിന് പെരിയ പുരാണം വായിച്ചാൽ മതി. 63 നയനാർമാരുടെ ശൈവ സിദ്ധന്മാരുടെ കഥകൾ നമുക്ക് മനസ്സിലാക്കാം. ആ അദ്വൈത തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട്, അദ്വൈത സിദ്ധാന്തത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ കഥകൾ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കൺഫ്യൂഷനായിപ്പോവും. ഇതെങ്ങനെയാണ്, ഇതെന്താ, ഇത് മിത്താണോ അല്ല ഒറിജിനലാണോ എന്നൊക്കെയുള്ള നമുക്ക് ഒരുപാട് സംശയം വരും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പം നമ്മൾ ഒരു വിഷയം, ഒരു കഥ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ പുരാണം അല്ലെങ്കിൽ എന്താണെങ്കിലും ഏത് തലത്തിലാണ്, എന്ത് സിദ്ധാന്തത്തെ ആസ്പദമാക്കിയിട്ടാണത് രചിച്ചിരിക്കുന്നതെന്ന് നോക്കി മനസ്സിലാക്കി വേണം അതിനോട് സമീപിക്കുക. അങ്ങനെ സമീപിച്ചില്ലെങ്കിൽ എന്താ നമുക്കുണ്ടാവുന്ന പ്രശ്നം? നമുക്ക് സംശയങ്ങളുണ്ടാവും.
ഭഗവാൻ ഇറങ്ങി വരുമോ, പ്രത്യക്ഷപ്പെടുവോ, പെടത്തില്ലയോ എന്നൊക്കെയുള്ള സംശയം വരും. ഭഗവാന് പ്രത്യക്ഷപ്പെടാനും പറ്റും, പ്രത്യക്ഷപ്പെടാതിരിക്കാനും പറ്റും. ഈശ്വരൻ സർവഭൂതാനാം എന്നല്ലേ പറഞ്ഞേ, ഈശാവാസ്യം ഇതം സർവം എന്നല്ലേ പറയുന്നത്. അപ്പം ഭഗവാൻ അൺമാനിഫെസ്റ്റഡ് കോൺഷ്യസ്നെസ്സുമാണ്. അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന ഇതിലെല്ലാം ഈശ്വരനുണ്ട്. അപ്പോൾ ഈശ്വരന് ഈ കല്ലും മണ്ണുമാവാം, ഈ വിഗ്രഹങ്ങളുമാവാം, എന്നുള്ളിലുമാവാം, നിന്നുള്ളിലുമാവാം, സർവ്വതിലുമാവാം. ഭഗവാൻ ഏത് രൂപം എടുത്തും വരാം. അങ്ങനെ രൂപം എടുത്ത് വരാൻ പറ്റത്തില്ല, അതൊക്കെ ഡിഗിൻ സ്റ്റൈൽ വെറും കഥകളാണെന്ന് അദ്വൈത സിദ്ധാന്തം വെച്ചോ അല്ലെങ്കിൽ വേറെ ഇത് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, അത് മിത്തുകളാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അറിവില്ലായ്മയാണ്. കാരണം ഈശ്വരന് ലിമിറ്റേഷൻ നമ്മൾ ചാർത്തി കൊടുക്കുകയാണ്. ഈശ്വരൻ എന്തും ആവാം എന്നുള്ളത് കൊണ്ടല്ലേ. പല്ലിയുമാവാം, പൂച്ചയുമാവാം, പട്ടിയുമാവാം, മനുഷ്യനുമാവാം, ഏത് രൂപവും ഈശ്വരന് പ്രാപിക്കാം എന്നുള്ളിടത്തല്ലേ കാലദേശങ്ങൾക്ക് അതീതമായിട്ടുള്ളൊരു ആ ബോധത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്വൈത തലത്തിലുള്ള വിഷയങ്ങൾക്ക് അദ്വൈത തലത്തിലുള്ള ഗ്രന്ഥങ്ങളും അതിൻ്റെ അറിവുകളും അതിൻ്റെ ഉപാസനാ ബന്ധാവുകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ദ്വൈതവും ദ്വൈതാദ്വൈത തലത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഗോഡിൻ്റെ അല്ലെങ്കിൽ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഓൾമൈറ്റിയുടെ അല്ലെങ്കിൽ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള പരശിവൻ്റെ മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള പല വേർഷൻസ്, പല കാര്യങ്ങളിലൂടെയുള്ള സാധകൻ്റെ പല തരത്തിലുള്ള അനുഭവങ്ങൾ, അവരുടെ കർമ്മത്തിനനുസരിച്ച് അവരുടെ നിയോഗത്തിനനുസരിച്ചുള്ള പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് ഈശ്വരാനുഗ്രഹത്തെ മനസ്സിലാക്കാം. അനുഗ്രഹകല എപ്പോഴും തിരോഭാവം കഴിഞ്ഞാണ് അനുഗ്രഹം വരുന്നത്. അപ്പോൾ തിരോഭാവം കഴിഞ്ഞ അനുഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് ഷടാധാരങ്ങളിൽ വിശുദ്ധിക്ക് താഴെയാണ്, അനാഹത ഭാഗത്താണ് അത് വരുന്നത്. അപ്പം ഭഗവാൻ സഹസ്രാരത്തിൽ നിന്നും ആജ്ഞയിലേക്കും, ആജ്ഞയിൽ നിന്ന് വിശുദ്ധിയിലേക്കും, വിശുദ്ധിയിൽ നിന്ന് അനാഹതത്തിലേക്കും ഭഗവാൻ ഇറങ്ങി വരിക ചെയ്യുന്നത് ഹൃദയത്തിലേക്ക്. അപ്പം നമ്മൾ കഥകൾ വായിക്കുമ്പോൾ എന്താണ് ഇനി മനസ്സിലാക്കേണ്ടത്? ഉത്തമരായിട്ടുള്ള സാധകരുടെ നിഷ്കളങ്കമായിട്ടുള്ള മാനസികാവസ്ഥയിൽ അവർക്ക് അറിവില്ല, അദ്വൈത തലത്തെക്കുറിച്ചുള്ള അറിവില്ല. നിഷ്കളങ്കമായിട്ടുള്ള മാനസിക തലത്തിൽ നിന്നുകൊണ്ടുള്ള സാധകൻ്റെ ഉത്തമങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ കഥകൾ. അപ്പോൾ ആ കഥകൾ വായിക്കുമ്പോൾ നമുക്കെന്താവും? അതിനോടൊരു താതാത്മ്യം ഉണ്ടാകും. ആ താതാത്മ്യം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ഉള്ളിൽ ആ ഈശ്വര സ്മരണ, ഈശ്വര ഭക്തി ഉണ്ടാവും. സിദ്ധാന്ത ശൈവസത്തിൽ ഭക്തിക്ക് ഒരുപാട് തരത്തിൽ പ്രാധാന്യമുണ്ട്. 4 തരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, നമുക്കത് പറയാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ദ്വൈത തലത്തിലുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അതുകൊണ്ടൊന്ന് അദ്വൈത തലത്തിലേക്ക് കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടി സിദ്ധാന്തങ്ങൾ രണ്ടും ചേരാതായിട്ട് കൺഫ്യൂഷൻ ആവരുത്. അപ്പം പലതരത്തിൽ ആൾക്കാർ ചോദിക്കും, ശിവ എന്ന് പറയുന്നത് ഒരു ഏലിയനാണോ അതോ ആദിയോഗിയാണോ, ആരുമില്ലാതെ ആദ്യമുണ്ടായിട്ട് പിന്നീട് പല യോഗിമാർക്കും പലതും പഠിപ്പിച്ചു കൊടുത്തതാണോ, അതോ ശിവ ഈസ് കോൺഷ്യസ്നെസ് ആണോ, ഏതാണെന്ന് ചോദിച്ചാൽ പലതരത്തിൽ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, താന്ത്രികരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പം ആദിസ്വരൂപനായിട്ടുള്ള മഹാദേവനിൽ നിന്നും ഉത്ഭവിക്കപ്പെട്ട ഈ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ ഭഗവാൻ ആദിയോഗിയുമാണ്, സ്വച്ഛന്ത ഭൈരവനുമാണ്, സദാശിവരുദ്രനുമാണ്. അറ്റ് ദ സെയിം ടൈം ഭഗവാൻ സാധാരണ ബോധത്തിലേക്ക് ഇറങ്ങി വരുന്ന നമ്മുടെയൊക്കെ മഹാദേവനും കൂടിയാണ്. രണ്ടുമാണ് ഭഗവാൻ. മനസ്സിലാവുന്നുണ്ടോ? അൺമാനിഫെസ്റ്റഡ് കോൺഷ്യസ്നെസ്സുമാണ്, അതുപോലെ തന്നെ മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള നാമരൂപങ്ങളോട് കൂടിയിട്ടുള്ള നമ്മുടെ ഭഗവാനും. രണ്ടും ആ ഈശ്വരൻ്റെ വിഭിന്നങ്ങളായിട്ടുള്ള തലങ്ങളാണ്. ആ തലങ്ങൾ അദ്ദേഹം എന്തിനാണ് എടുക്കുന്നത്? തൻ്റെ ഭക്തനെ തന്നിലേക്ക് കൊണ്ടുവരാൻ. ഇതാണ് സിദ്ധാന്ത ശൈവസത്തിൻ്റെ ബേസ്. അപ്പം നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. പൊതുവേ ആൾക്കാർക്ക് ഈ ഒരു തലത്തെക്കുറിച്ച്, അദ്വൈത ദർശനത്തെയും ദ്വൈത ദർശനത്തെയും ദ്വൈതാദ്വൈത ദർശനത്തെയൊക്കെ അതിൽ നിന്നുണ്ടായിട്ടുള്ള ഗ്രന്ഥങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് മിക്കപ്പോഴും കൺഫ്യൂഷനായി തീരുന്നത് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആചാര്യന്മാരും അത് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊരു വിഷയം പഠിക്കുമ്പം ആ വിഷയം എന്ത് സിദ്ധാന്തത്തിൽ ആസ്പദമാക്കിയിട്ടാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കിയാൽ ആ വിഷയം മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളതും കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം സിദ്ധാന്ത ശൈവസത്തിൻ്റെ ഗ്രന്ഥങ്ങളും കഥകളും വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഭഗവാൻ ഭക്തനിലേക്ക് ഇറങ്ങി വരും. മഹാദേവൻ
ഭക്തനിലേക്ക് ഇറങ്ങി വന്ന് അനുഗ്രഹിച്ച് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി അനുഗ്രഹിച്ചിട്ട് വരുന്നത് കാണാം നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ നിഷ്കളങ്കമായിട്ടുള്ള ശൈവ ഭക്തിയാണ് സിദ്ധാന്ത ശൈവ സമ്പ്രദായത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പം അദ്വൈത ദർശനത്തിലെ സാധനയും അതിനെ മനസ്സിലാക്കുന്ന ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളും തത്വബോധവുമാണെങ്കിൽ, ഇവിടെ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ് വാസ്തവത്തിൽ ഈ സിദ്ധാന്ത ശൈവസത്തിൽ പ്രധാനമായിട്ടുള്ളത്. പാശുപത ശൈവസം, ലൗലീശ പാശുപതത്തിൽ പറയുന്ന പോലെ പശു, പാശം, പശുപതി എന്നീ 3 കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ പഞ്ചാർത്ഥത്തിലൂടെ അല്ല സിദ്ധാന്ത ശൈവസം ഭഗവാനിലേക്ക് എത്താൻ പറയുന്നത്, ഭക്തിയിലൂടെയാണ്